ആളുകൾക്ക് ഈ ആരെങ്കിലെയൊക്കെ ഇതുപോലെ കളിപ്പിക്കുക ഇതൊക്കെ അത് അങ്ങ് ശീലമായിപ്പോയി. വേണ്ട, നമ്മുടെ ഈ മാർ കുർലോസ് തിരുമേനി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസുണ്ടെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് ആളുകളുടെ ഈ ഈ അതായത് മാധ്യമങ്ങൾ നോക്കാത്തത് കൊണ്ട്, പത്രം വായിക്കാത്ത ആളുകൾക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധം ആണ് ഞാനീ പറഞ്ഞത്. ഇത് എത്രയോ പേർക്ക് പറ്റാതെന്നുണ്ട്. നമുക്കൊക്കെ എല്ലാ ദിവസവും മെസ്സേജ് വരുമല്ലോ, ഇതുപോലെ ലോൺ അനുവദിച്ചേക്കുന്നത് ഇത്ര രൂപ കേട്ടോ. അത് കട്ട് ചെയ്ത് ദൂരെ കളയും. അത് ഓപ്പൺ ചെയ്യാൻ പോലും ഇരിക്കത്തില്ല. ലോൺ അനുവദിച്ചേക്കുന്നത് നമുക്ക് ഒരുത്തൻ്റെ ലോൺ വേണ്ട എന്ന് വെച്ചാൽ മതിയല്ലോ. എന്തിനാ ലോൺ? അല്ലെങ്കിൽ നമുക്ക് അത് തരാം ഇത് തരാം, ഇപ്പം ഇതായാൽ ഇത്രയും രൂപ കിട്ടും. എന്ത് ചെയ്താലും അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും ഇറങ്ങാതിരുന്നാൽ മതി. അതിന് പകരം അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കോടതി വരെ ഇതിൽ കൂടെ കാണിക്കുകയാണ്. കോടതി കാണിക്കുക. അപ്പോൾ ജഡ്ജി കയറുന്നോടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്. കാരണം ഓൺലൈനായിട്ട് ഇത് മുഴുവൻ കാണിക്കല്ലേ. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള 2 അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പണം മാറ്റണം, ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പണം മാറ്റണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ പണം മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് എന്നാൽ അപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ട ഇത് ചതിക്കുഴി. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പലരും ഈ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ വഴിയുള്ള ഈ ന്യൂസ് ഒന്നും ആളുകൾ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരവസ്ഥ. അപ്പോൾ ഏതായാലും ആ പൈസ പണം പോയി, നമ്മളിപ്പോൾ കണ്ടതാണ്. ഇതുപോലെ ചതി എവിടെ നോക്കിയാലും ചതിയും വഞ്ചനയും കാണാനുണ്ട്. കാരണം ആ രീതിയിലാണ് പണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ മലയാളികൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇപ്പോൾ അതിൽ ആ പണം മാറ്റിയ 2 അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എന്ത് പണം അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതേപോലെ ഈ അടുത്ത സമയത്ത് ഒരു ഡോക്ടർക്ക് ഇതേപോലെ പണം പോയി. ഈ ഡോക്ടേഴ്സ് പലപ്പോഴും ഞാൻ കണ്ടേക്കുന്ന വളരെ കുറച്ച് ഡോക്ടേഴ്സ് മാത്രമേ പത്രം വായിക്കുന്നവരുള്ളൂ, അല്ലെ വാർത്ത കാണുന്നവരുള്ളൂ. കുറച്ച് പേരുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഏത് വിധത്തിൽ പണം ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ് അവരുടെ ജോലി. അത് മാത്രം നോക്കും. അവർക്ക് പേഷ്യൻറ്റിന് കിട്ടണം, അത് അവരുടെ ഇന്ന് പൈസ വാങ്ങിയെടുക്കണം. ഇത് ഇങ്ങനെ ഈ വാങ്ങിക്കൂട്ടിയ പൈസയെല്ലാം ഇതുപോലുള്ള കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുന്നതാണ് കാരണം. ഇത് ആ ഡോക്ടറെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിരുന്നു, അതിനകത്ത് മയക്കുമരുന്നാണ്. ഇയാൾ ഞെട്ടിപ്പോയി. മയക്കുമരുന്ന് അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് ഇനി നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമാണ്, നിങ്ങൾക്കെതിരെ വാറണ്ട് ഉണ്ട്, ഈ വാറണ്ടും ഒക്കെ ഉണ്ട്. എന്നാൽ വാറണ്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും അവൻ കളഞ്ഞിട്ട് പോകും. വാറണ്ട് ഉണ്ടല്ലേ, വാറണ്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകുമോ, ഒരു കുഴപ്പമില്ല, ഞാനങ്ങ് പോയേക്കാം. ഈ ബാങ്കിൽ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴെങ്കിലും മനസ്സിലാവണ്ടേ, ഇത് ബോധം വേണ്ടേ? ഭയന്നു പോവും. ഇതുപോലെ ഭയപ്പെടുത്താൻ അറിയാവുന്ന ആളുകളുണ്ട്. ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. വളരെ കാര്യമായിട്ട് സൈബർ പോലീസാണ്, മറ്റേ പോലീസാണ്, മയക്കുമരുന്ന് പോലീസാണ്, നർക്കോട്ടിക്സിൻ്റെ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ശരി, അതിനിപ്പോൾ എന്താ വേണം, ഉണ്ട്, പാഴ്സൽ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, പാഴ്സൽ വന്നിട്ടുണ്ടെങ്കിൽ വന്ന്. നമുക്ക് പാഴ്സൽ വന്നെന്ന് പറഞ്ഞ് പല മെസ്സേജുകളും നമുക്ക് വരാറുണ്ട് കേട്ടോ. അതായത് ഇന്നാണ് ഒരിക്കൽ എനിക്കൊരു മെസ്സേജ് വന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്നുള്ള രീതിയിൽ ആ മെസ്സേജ് വന്നേക്കുന്നത്. അതായത് അഡ്രസ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ആ സാധനം തരാൻ പറ്റുന്നില്ലെന്ന്. ജസ്റ്റിസ് കമാൽ പാഷ എറണാകുളം എന്നെഴുതിയ എൻ്റെ വീട്ടിൽ ഏത് സാധനവും എനിക്ക് കിട്ടും. അല്ലെ എറണാകുളം എന്ന് പോലും എഴുതണ്ട, ഇപ്പം ജസ്റ്റിസ് കമാൽ പാഷ എന്ന് എഴുതി അയച്ചാലും എനിക്ക് കിട്ടും. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് വന്നേക്കാണ്. അതായത് എൻ്റെ അഡ്രസ് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് ആ സൈറ്റിൽ കയറി ഞാൻ അഡ്രസ്സൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് മുഴുവൻ. അതായത് എൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ എഴുതി കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഞാനിത് അനങ്ങിയില്ല, ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. കാരണം എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് മെറ്റീരിയൽ ഈ സാധനം എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള കിട്ടാനുള്ള സാധനങ്ങളാണെങ്കിൽ പാസ്പോർട്ടൊക്കെ നമുക്കിതിൽ വരേണ്ടത്. അങ്ങനെ വരുന്ന ഉടനെ അതിനകത്ത് ശരിയായ അഡ്രസ്സാണ്, അത് ഇവിടെ കൊണ്ട് തരും. അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ബാക്കിയുള്ളതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്, പോസ്റ്റ് വഴി എനിക്കൊന്നും വരാനില്ലാത്തതുകൊണ്ടും നോക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അനങ്ങാൻ പോയില്ല. ഇത് വലിയൊരു ചതിക്കുഴിയാണത്. അതായത് നിങ്ങളുടെ അഡ്രസ് ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് OTP ഒക്കെ അയക്കും അവസാനം.
ഇത് എന്നിട്ട് ആ OTP അങ്ങോട്ട് അത് ഓൺ ടൈം പാസ്വേഡ് നമുക്ക് അത് അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കാൻ പറയും. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങരുത്. പിന്നെ ഈ ഒരുപാട് പേര് ഇപ്പോൾ ഈ കമാൽ പാഷയ്ക്ക് ലോൺ തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേര് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ലോൺ തരാമെന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. കാരണം എനിക്കൊരു 2-3 ബാങ്കുകളിലൊക്കെ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് ഇതിലെ ബാലൻസ് എന്ന് മനസ്സിലാക്കുന്നവരല്ലേ ഇത് ഈ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും എന്ന് നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബാങ്കുകളുടെ നേരെ വിരൽ ചൂണ്ടേണ്ട ഒരു സാഹചര്യം വന്നേക്കുകയാണ്. എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. എൻ്റെ പെൻഷനൊക്കെ വരുന്ന അക്കൗണ്ടൊക്കെ അതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള എനിക്ക് അക്കൗണ്ട്സ് ഉള്ള 2 ബാങ്കുകളിൽ നിന്ന് എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങ് ലോൺ എനിക്ക് ഓഫറാണ് എപ്പോഴും. ആ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ലോൺ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലോൺ ഓഫർ ചെയ്യുന്നത് എനിക്കിത് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം, ചതിക്കുഴികൾ മനസ്സിലാക്കണം.